നമ്മളിതാ വീണ്ടും നമ്മുടെ പഴയ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഒരു പാക്കറ്റില്ലായിരുന്നു, അതിനകത്ത് ആ പാക്കറ്റിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഇത് വെച്ച് നോക്കിയാണ് കിടിലൻ പാക്കറ്റിനകത്തൊരു സാധനം വന്നിട്ടുണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് അൺബോക്സ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആ ഉപയോഗിച്ചവരെല്ലാം കുറേ പരാതി പറഞ്ഞിട്ടുണ്ട്. ഈ സാധനം ഇതിനകത്ത് കുറേ സാധനങ്ങൾ മിസ്സിങ് ആണെന്നും അങ്ങനെയെല്ലാം പരാതികൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതെന്തായാലും അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തേ പറ്റത്തുള്ളൂ. നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് ചടങ്ങിലേക്ക് കടന്നാലോ. ഇത് കിടിലനായിട്ട് പാക്ക് ചെയ്താണ് വന്നിരിക്കുന്നത് കേട്ടോ. കണ്ടിട്ടുണ്ടോ, ഇത് അൺബോക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ കുറേ സമയമാവും. ഞാനതൊന്ന് ചെയ്തിട്ട് വരാം. ഒരു ലെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഒരു ലെയർ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, ഇനിയും കിടക്കുകയാണ്. എൻ്റെ പൊന്നെ, ഇത് എത്ര പാക്കിംഗ് ആടേ. നമുക്ക് നോക്കാം. എന്ത് പൊടിയൊക്കെ കൈ പറ്റിയടേ, ഇതെന്ത് സാധനത്ത് എന്തോ വേണ്ടേ, എന്തൊരു വെള്ള പൊടിയൊക്കെ എൻ്റെ കൈ പറ്റി. ഇനി ഇത് വല്ല മറ്റേ അന്ത്രാക്സ് വല്ല സംഭവമാണോ ദൈവത്തിനറിയാം. നല്ല രീതിയിൽ ഇതിൽ നിറച്ചും ആ പൊടിയുണ്ട് കേട്ടോ. ഇതെന്തോന്നറിയത്തില്ല കേട്ടോ. ആ പൊടിയുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ പൊടിയുള്ള കവറും നമ്മൾ അഴിച്ച് മാറ്റിയിരിക്കുകയാണ്. ഇതെനിക്ക് ഒന്ന് മിക്കവാറും അവർ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും കേട്ടോ. ഇനിയിതാ ആമസോണിൻ്റെ അത് പതിഞ്ഞ ഒരു കവർ ബോക്സ് ഉണ്ട്. ഇനി അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതും ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് 2 തെർമോക്കോളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തിനാണോ തെർമോക്കോൾ എനിക്കറിയില്ല. നമ്മളിതാ ഈ ഒരു ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് അതിനകത്തുണ്ട്. ഇനി നമുക്ക് ആ ബോക്സിൽ നിന്നും നമ്മുടെ പ്രോഡക്റ്റ് അങ്ങ് എടുത്താലോ. ഇതാ ബോക്സ് ഓപ്പൺ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് സുഹൃത്തുക്കളെ പ്രോഡക്റ്റ്. ഞാനാണെങ്കിൽ എല്ലാം പെൻസിലല്ലേ ഡ്രായിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഒന്ന് കളർ പെൻസിലിലേക്ക് മാറാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് പ്രോഡക്റ്റ് മിസ്സിങ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാനെന്തായാലും എണ്ണിയിട്ട് വരാം. ആദ്യമായിട്ടാണ് സുഹൃത്തുക്കളെ എനിക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അത്രയും തന്നെ എണ്ണമുണ്ട്. 48 കളർ പെൻസിലുണ്ട്. ആദ്യമായിട്ടാണ് ഒരു കുഴപ്പമില്ലാതെ ഒരു സാധനം എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് ഫേബർ കാസ്റ്റലിൻ്റെയാണ്. ഇത് റേറ്റ് ഉണ്ടോ, 450 രൂപയാണ്. എന്തൊക്കെയാണല്ലേ. ഇനി നോക്കാം. ഇനി ഇതിൻ്റെ കുറവുകൂടെ വേണ്ടാന്ന് വെച്ചിട്ട് ചെയ്തതാണ്. അങ്ങനെ അതിൻ്റെ അൺബോക്സിങ്ങും പൂർത്തിയായിരിക്കുകയാണ്. നിങ്ങൾ വീഡിയോ കാണുക. അതിനകത്ത് ഇതിൻ്റെ റേറ്റോ എവിടെ നിന്നാണ് ഞാനിത് മേടിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, പറഞ്ഞുതരാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇല്ലെങ്കിൽ പിന്നെ നമ്മളിനി എന്ന് കാണാനാണ്. വല്ലപ്പോഴും ആ ഷോർട്ടിനകത്ത് അങ്ങനെ ഇടയിൽ കയറി വന്ന് കണ്ടാലായി. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ സുഹൃത്തുക്കളെ, താങ്ക് യു. നമ്മുടെ ചീവീട് ഭയങ്കര ശല്യം കേട്ടോ. ഇവിടെ അവൻ വന്ന് കിടന്ന് എന്തൊരു ബഹളമാണിത്. കുഴപ്പമില്ലല്ലേ, അതൊക്കെയല്ലേ. ഇടയ്ക്ക് എൻ്റെ സൗണ്ട് മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? അതിൻ്റെ ഇടയ്ക്ക് വല്ലതൊക്കെ രസം വേണ്ടേ. എന്തായാലും നല്ല രീതിയിലാവാൻ ചീവീട് വിഷയമാണ്. എനിക്കൊന്ന് ഇത് ചീവീടുകളുടെ താവളമാണെന്ന് തോന്നുന്നു. ഇത്രയും സൗണ്ട് വേറെ എവിടെയും ഞാൻ കേട്ടില്ല കേട്ടോ. എന്തായാലും മനോഹരമായി തെർമോക്കോളൊക്കെ വെച്ച് 2 തെർമോക്കോൾ ഇങ്ങനെയൊക്കെ വെച്ച് ഇത് പാക്ക് ചെയ്ത് തന്ന ചേട്ടന്മാർക്ക് നമ്മൾ നന്ദി അറിയിക്കുന്നു. ഇതൊരു ബോക്സിൽ ആയിരുന്നില്ല, ഇത് നമ്മുടെ പേപ്പറിൻ്റെ ഇതാണ് കേട്ടോ. ഇതിനകത്താണ് അത് സാധനം കിട്ടാറുള്ളത്. ബോക്സിലൊക്കെ വരുന്നത് ഏതിൻ്റെയാണ്, ബ്രസ്റ്റോടെയൊക്കെയാണ് ബോക്സിൽ വരുന്നത് കേട്ടോ. അത് 800 പുറത്ത് രൂപയാണ്. 72 കളറാണ്, 24 കളറുണ്ട്. 800 പുറത്ത് സ്കിൻ ടോണൊക്കെ വരുന്നത്. അത് 800 പുറത്ത് രൂപയാവും. അതേസമയം ബ്രസ്റ്റോടെ 72 വരുന്നുണ്ട്. അത് 1900 പുറത്താവും കേട്ടോ. അതൊന്നും പേടിക്കാനുള്ള പാങ്ങ് നമുക്കില്ലാത്തതുകൊണ്ട് ഇതിലൊതുക്കുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ. ഈ സാധനങ്ങൾ കുറേ പേര് ഇത് മിസ്സിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളർ പെൻസിൽ കുറവും കിട്ടും. അവർ
ഈ 48 പറഞ്ഞിട്ടുണ്ടെങ്കിലും 41 ഉണ്ടായിരുന്നുള്ളൂ എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. നമുക്ക് പിന്നെ പ്രത്യേകം അമളി പറ്റുന്നതുകൊണ്ട് എടുത്ത സാധനങ്ങളിലെല്ലാം അങ്ങനെ അമളി പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന സാധനങ്ങളല്ല നമുക്ക് വരുന്നത്. അതുകൊണ്ട് ഇതിലും പേടിയുണ്ടായിരുന്നു. ഇനി വരച്ചൊക്കെ നോക്കുമ്പോൾ അറിയാം എന്തോ അവസ്ഥയെന്ന്. ഓക്കെ സുഹൃത്തുക്കളെ, താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്, പിന്നെ ലൈക്കും കൂടെ ചെയ്തേക്കെ.